നിങ്ങൾ എൻ സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ള ഡിസീസുകൾ പ്രധാനമായിട്ട് നമുക്ക് ഒരു 2-3 ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ജനറ്റിക് ഡിസീസസ്, 2 ഡെഫിഷ്യൻസി ഡിസീസസ്, 3 പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡെഫിഷ്യൻസീസ്. ഏതാണ്? പൊല്യൂഷൻ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവും. എൻവയോൺമെന്റ് എടുത്തപ്പോൾ ഇതൊക്കെ എടുത്തില്ലേ? സിലിക്കോസിസ്, എംഫിസിമ, അതൊക്കെ എടുത്തോ? ഞാൻ തന്നെയാണോ എടുത്തത്? അല്ല, നിങ്ങൾക്ക് ഇതൊക്കെ എടുത്തോ? മീനാമാത, ഇത്തായി, പിന്നെ സിലിക്കോസിസ്, എംഫിസിമ. അപ്പൊ ഒന്നിനെ വിട്ടുപോയതേ ഉള്ളൂ. അതൊന്നും ഓർപ്പിച്ചാൽ മതി. ഇപ്പോൾ പൊല്യൂഷൻ എടുത്തപ്പോൾ പുള്ളി കൂട്ടത്തിൽ പറഞ്ഞതായിരിക്കും. എൻവയോൺമെന്റിൽ അങ്ങനെയാണ്. എൻവയോൺമെന്റിൽ ഇപ്പോൾ ഡിസീസ് പഠിപ്പിക്കണ്ടല്ലോ, നിങ്ങൾ പൊല്യൂഷൻ പഠിപ്പിച്ചിട്ട് അതത് പൊല്യൂഷന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡിസീസ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എൻ സി ആർ ടിയിൽ ഏതെങ്കിലും എൻ സി ആർ ടിയിലുള്ള പേരുകൾ ഞാൻ പറയാം, നിങ്ങൾ മിസ്സായിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ പറയാം. അപ്പോൾ നമുക്കിപ്പം ജനറ്റിക് ഡിസീസസ് ആണ് എൻ സി ആർ ടിയിൽ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇനിയിപ്പം ഡെഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ 2 അസുഖങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്വാഷി ഓർക്കറും മരാസ്മസും. എന്താ രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. രണ്ടും ഡെഫിഷ്യൻസിയാണ്. ഭക്ഷണം പ്രോപ്പറായിട്ട് കിട്ടാത്ത സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് രണ്ടും. എന്താ രണ്ടും തമ്മിൽ ഒരു ബേസിക് വ്യത്യാസം എന്താ? ഈ മരാസ്മസ് നിങ്ങൾ കാണാൻ പോയാൽ, മരാസ്മസിൽ ഒരു കുട്ടീനെ കണ്ടാൽ ഭയങ്കര ചുക്കിച്ചുളിഞ്ഞ എല്ലും തോലായിട്ട് കിടക്കുന്ന ഒരു കുട്ടിയായിരിക്കും. ഇതാണ് മരാസ്മസ്. ഇനിയിപ്പോൾ ക്വാഷി ഓർക്കർ ആണെങ്കിൽ കുട്ടി ഇതുപോലെ തന്നെ ആയിരിക്കും, ഭയങ്കര ചുക്കിച്ചുളിങ്ങിട്ടായിരിക്കും, പക്ഷെ ഭയങ്കര വയറായിരിക്കും. പ്രൊട്രൂട്ടഡ് സ്റ്റൊമക്കാണ് ഇതിന്റെ ക്ലാസിക് സിൻഡ്രം. അതായത് ഭയങ്കര തിന്നായ ആള്, പക്ഷെ ഭയങ്കര വയറ്. ചെറിയ കുട്ടിയൊക്കെ വരുന്ന അസുഖം കേട്ടോ, വലിയ ആൾക്കാർക്ക് ഉണ്ടാവുന്നതല്ല. ക്വാഷി ഓർക്കർ ഇസ് ഡ്യൂ ടു പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആൻഡ് മരാസ്മസ് ഇസ് ഡ്യൂ ടു സ്റ്റാർവിംഗ് ഓർ പോവർട്ടി. അതായത് ഇത് ഒരു ഭക്ഷണവും കിട്ടാത്ത അവസ്ഥ. പ്രത്യേകിച്ച് പ്രോട്ടീൻ ഒന്നുമില്ല, ഒന്നും കിട്ടുന്നില്ല, നല്ല ഭക്ഷണമേ കഴിക്കുന്നില്ലെങ്കിലാണ് മരാസ്മസ് കാണുക. പക്ഷെ ക്വാഷി ഓർക്കർ കാണുന്നത് സാധാരണ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ പ്രോട്ടീൻ റിച്ച് ആയ ഫുഡൊന്നും കഴിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ പ്രൊട്രൂട്ടഡ് സ്റ്റൊമക്ക് ഉണ്ടാവുന്നത്? നമുക്കൊക്കെ വയറ് വരുന്ന പ്രോട്ടീൻ കുറഞ്ഞിട്ടാണ്, നമുക്ക് പ്രോട്ടീൻ കൂടിയിട്ടാണ്, നമുക്ക് ഫാറ്റ് അടിഞ്ഞിട്ടാണ്. അപ്പോൾ ചെറിയ കുട്ടിയൊക്കെ ആക്ച്വലി ഒരു തരത്തിലും പ്രൊട്രൂട്ടഡ് സ്റ്റൊമക്ക് വരാൻ പാടില്ല. കാരണം എന്താ? അവരുടെ മസിൽസൊക്കെ അത്രയും സ്ട്രെങ്ത് ഉള്ള മസിൽസ് ആയിരിക്കും. നമ്മുടെ എൻറ്റയർ സ്ട്രക്ചറൽ ബോഡി ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോട്ടീനാണ്. നിങ്ങളുടെ മസിൽ, ടെൻഡൻ, ലിഗമെന്റുകളെല്ലാം പ്രോട്ടീൻ മെയ്ഡാണ്. ഈവൻ സ്കിന്ന് വരെ പ്രോട്ടീൻ മെയ്ഡാണ്. അപ്പോൾ ഈ സ്ട്രക്ചറൽ ഗ്രോത്തിന് ആവശ്യമായ സാധനം ഗ്രോയിങ് പീരീഡിൽ കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? വയറിൻ്റെ അടുത്തൊന്നും മസിൽസ് ഒന്നും ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല. അപ്പം ഈ സ്റ്റൊമക്കിൻ്റെ ഒന്നും വെയിറ്റ് ഈ മസിൽസിന് താങ്ങാൻ പറ്റില്ല. അപ്പം പുറത്തേക്ക് തള്ളി നിൽക്കും. അപ്പം അങ്ങനെ പ്രൊട്രൂട്ട് ചെയ്ത് പോകുന്നതാണ്. അപ്പം ക്വാഷി ഓർക്കർ ഇസ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി, പ്രൊട്രൂട്ടഡ് സ്റ്റൊമക്ക്, ദിസ് ഇസ് ജനറൽ പോവർട്ടി. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇത് പ്രധാനമായിട്ട് കാണുന്നത് ഈ ട്രൈബൽ ഏരിയാസ്. ഇപ്പോൾ വയനാട്ടിലൊക്കെ ട്രൈബൽ ഏരിയാസിലൊക്കെ പോലെ, കാരണം അവിടെ പ്രോട്ടീൻ റിച്ച് ഫുഡ് ഭയങ്കര കുറവായിരിക്കും. അവർക്ക് കിട്ടുന്ന ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ അധികം കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ച് ആയിരിക്കും. പ്രോട്ടീനുള്ള സാധനങ്ങൾ കുറവായതുകൊണ്ട്, ധാന്യങ്ങൾ കുറവായതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്. അത് ഡെഫിഷ്യൻസിയിൽ പുറത്തുനിന്നുള്ളൊരു രോഗം. ഇനിയിപ്പോൾ വൈറ്റമിൻസ് പറയുകയാണെങ്കിൽ, ഞാൻ വൈറ്റമിൻസ് നിങ്ങൾക്ക് എടുത്തിട്ടില്ല അല്ലേ? വൈറ്റമിൻസിന് പ്രധാനമായിട്ട് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്താ അറിയോ? വൈറ്റമിൻസ് വെച്ചാൽ ആക്ച്വലി എന്താ? വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിൽ ABCD എന്ന് എഴുതി വെച്ചിട്ട് സാധനം ഉണ്ടോ? അല്ല, ഇതൊക്കെ എന്തൊക്കെയോ കെമിക്കൽസ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ചില പർട്ടിക്കുലർ കാര്യങ്ങൾക്ക് ചില പർട്ടിക്കുലർ കെമിക്കൽ വേണം. അപ്പൊ ആ കെമിക്കലുകൾക്ക് നമ്മൾ മനസ്സിലാക്കാൻ എളുപ്പത്തിലുള്ളൊരു പേരിട്ടു. വൈറ്റമിൻസ് നമ്മൾ ജനറലി 2 ക്ലാസിഫൈ ചെയ്യും. എങ്ങനെ ക്ലാസിഫിക്കേഷൻ? ഫാറ്റ് സോല്യൂബിൾ ആൻഡ് വാട്ടർ സോല്യൂബിൾ. നിങ്ങൾക്ക് ബൈഹാർട്ട് പഠിച്ചാണോ അത് നിങ്ങൾക്ക് അറിയോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ബൈഹാർട്ട് പഠിക്കരുത്. ബൈഹാർട്ട് പഠിച്ചാൽ എന്താ കുഴപ്പമെന്ന് അറിയോ? ഈ വൈറ്റമിൻസിന്റെ പോർഷൻ ബൈഹാർട്ട് പഠിച്ചാൽ ആദ്യം ഇത് 2 ഏതൊക്കെയാണെന്ന് പഠിക്കണം. ഓരോ വൈറ്റമിൻ്റെയും പേരറിയണം, രോഗം അറിയണം. അപ്പം ഒരു മിനിമം 3 സാധനം ഓർമ്മിക്കാനുണ്ടാവും. പക്ഷെ നിങ്ങൾ ആക്ച്വലി അത് എന്താണ് സാധനം എന്ന് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. എന്താണ് ഒരു സാധനത്തിന് ഫാറ്റ് സോല്യൂബിൾ എന്ന് എപ്പോഴാണ് പറയാം? വാട്ട് യു മീൻ ബൈ ഫാറ്റ് സോല്യൂബിൾ? നിങ്ങൾക്ക് ഞാൻ ഉപ്പ് തന്നു, സോൾട്ട് തന്നു, നിങ്ങളുടെ ബോഡിയിൽ അത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഉപ്പ് വെള്ളത്തിൽ ലയിക്കൂലേ? നിങ്ങളുടെ ബോഡിയിൽ 94% വാട്ടറാണ്.
അപ്പോൾ ഈ ദിസ് സോൾട്ട് ദാറ്റ് യു ടേക്ക് ഇൻ ഇസ് ഗെറ്റിംഗ് ഡിസോൾവ് ഇൻ ദ വാട്ടർ. നിങ്ങളുടെ ബ്ലഡിനകത്ത് വാട്ടറിൽ ഡിസോൾവ് ആയിട്ടാണ് ഈ സാധനം കിടക്കുക. അപ്പം അതുകൊണ്ട് തന്നെ എന്താ കുഴപ്പം? വാട്ടറിൽ ഒരു സാധനം ഡിസോൾവ് ആയി കിടക്കുമ്പോഴുള്ള കുഴപ്പം എന്താ? നിങ്ങളുടെ ബോഡി എന്നും പുറത്തേക്ക് കളയുന്ന ഒരു സാധനമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ആയിട്ട് പുറത്ത് കളയുന്നത് വാട്ടറാണ്. സ്വെറ്റായിട്ടും യൂറിനായിട്ടും എക്സ്ക്രീറ്റയിൽ വരെ നമ്മൾ വാട്ടർ കണ്ടന്റ് പുറത്തേക്ക് കളയുന്നുണ്ട്. അതിനനുസരിച്ച് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു സാധനം കുറേ നഷ്ടപ്പെടാൻ ചാൻസ് ഇല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഓടുമ്പോഴൊക്കെ നമുക്ക് ഗ്ലൂക്കോസ് കഴിക്കേണ്ടി അല്ലെങ്കിൽ മിനറൽസ് കഴിക്കേണ്ടി വരുന്നത്. സ്പോർട്സ് ആൾക്കാർ മിനറൽ ഡ്രിങ്കുകൾ കുടിക്കുന്നതാണ്. കാരണം മിനറൽസും വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസും ബോഡിയിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് വാട്ടർ ബേസിൽ വാട്ടറിൽ സോല്യൂബിൾ ആയ കെമിക്കൽസ് ഇതിനകത്ത് ഏതൊക്കെയാണോ അതൊക്കെയാണ് വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ്. ഈ സാധനങ്ങളാണ് മോസ്റ്റ് ലൈക്ലി ടു ഹാവ് എ ഡെഫിഷ്യൻസി. അതായത് ഇത് ഏതൊക്കെയാ? ഇത് ഓർമ്മിക്കാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. നിങ്ങൾ സാധാരണ കേട്ടിട്ടുള്ള വൈറ്റമിൻ ടാബ്ലറ്റ് ഏതാ? ബി കോംപ്ലക്സ് ആണ്. അപ്പോൾ ബി ഒബിയസ്ലി വാട്ടർ ആണ്. പിന്നെ ഡോക്ടറൊക്കെ പറയുന്നതാണ് നാരങ്ങ ഓറഞ്ച് ഒക്കെ കഴിക്കാൻ വേണ്ടി, കാരണം വൈറ്റമിൻ സി. ബാക്കിയെല്ലാം ഫാറ്റ് സോല്യൂബിൾ ആണ്. അതാണ് ക്ലാസിഫിക്കേഷൻ. ഈ ഫാറ്റ് സോല്യൂബിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സ്റ്റോർ ആവുന്നത്? ഇറ്റ് ഗെറ്റ് സ്റ്റോർഡ് ഇൻസൈഡ് യുവർ ബോഡി ആസ് ഫാറ്റ്. നമ്മുടെ ബോഡിയിൽ ഫാറ്റ് എന്തിനാണ് സ്റ്റോർ ചെയ്യുന്നത്? എന്താ? നമ്മുടെ ബോഡി സാധാരണ ഗതിയിൽ ഫാറ്റിനെ പ്രോസസ് ചെയ്ത് എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സാധാരണ ഗതിയിൽ റെഡി എനർജി ആയിട്ട് നമുക്കുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഓടിയൊക്കെ തടഞ്ഞ് നമ്മൾ ഗ്ലൂക്കോസ് പൊടി കഴിക്കുന്നത്. അല്ലാണ്ട് പകരം ചക്കപ്പായസം കുടിക്കുമോ? പായസം കുടിക്കാൻ അതിനകത്ത് മധുരമുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അല്ലാണ്ട് നമ്മൾ ഭയങ്കര ഫാറ്റി ആയിട്ടുള്ള എന്തെങ്കിലും നെയ്യൊക്കെ കഴിക്കുമോ? ഇല്ല. കാരണം കാർബോഹൈഡ്രേറ്റ് ആണ് സഡൻ ഏറ്റവും ഫാസ്റ്റർ ആയിട്ട് ഡൈജസ്റ്റ് ആവുന്നത്. അപ്പം നമ്മൾ സ്റ്റാർച്ചിന്റെ എക്സ്പെരിമെന്റ് വേണ്ടി നിങ്ങൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവും. ഈ വായിൽ ചോറിട്ടിട്ട് കുറേ സമയം ചമച്ച് കഴിഞ്ഞാൽ മധുരം തോന്നും. കാരണം അത് ഡൈജസ്റ്റ് ആയപ്പോൾ തന്നെ. അരി എന്നൊക്കെ പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ്. വായിൽക്കകത്ത് തന്നെ അബ്സോർബ് ആവാനുള്ള കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്. അപ്പം ഫാറ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എനർജി ആക്കിയിട്ട് മാറ്റാനും ബുദ്ധിമുട്ടാണ്. എന്നിട്ട് എന്തിനാണ് നമ്മൾ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു ഗുണം കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യാം. അതുകൊണ്ടാണ് ഈ ക്യാമലിന് പുറകിൽ ഫാറ്റ് ഡെപ്പോസിഷൻ ഉള്ളത്. അത് മാത്രമല്ല, ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ, ഫാറ്റിനെ പ്രോസസ് ചെയ്ത് എനർജി ആക്കി മാറ്റുമ്പോൾ വാട്ടർ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. ഫാറ്റിനെ നമ്മൾ പ്രോസസ് ചെയ്താൽ വാട്ടർ പ്ലസ് എനർജി പ്ലസ് വേറൊരു നൈട്രജൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട്, അപ്പോൾ ഒരു വാട്ടർ ഇവിടെ ഫോം ചെയ്യും. ഈ വാട്ടർ കിട്ടാൻ വേണ്ടിയാണ് ക്യാമൽ ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. വെള്ളമായിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കൂടിപ്പോയാൽ 4 ലിറ്റർ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഫാറ്റ് ആകുമ്പോൾ 4 കിലോ ഫാറ്റിനകത്ത് അതിനേക്കാൾ കൂടുതൽ വെള്ളം ഉണ്ടാവും. ഇതേ പ്രിൻസിപ്പിളാണ് നമ്മുടെ ബോഡിയും ചെയ്യുന്നത്. ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം. വാട്ടറും കിട്ടും. അപ്പോൾ നിങ്ങൾ പട്ടിണിയൊക്കെ കിടക്കുമ്പോൾ, ഇപ്പോൾ എക്സ്ട്രീം സ്റ്റാർവേഷൻ, വെള്ളമില്ല, ഭക്ഷണം ഇല്ലെങ്കിൽ നമ്മൾ ഉടനെ നമ്മളെ ഫാറ്റ് കുറയാൻ തുടങ്ങും. കാരണം ബോഡി ഫാറ്റ് എടുത്ത് പ്രോസസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതാണ് ബേസിക് മെത്തഡോളജി. ഈ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് അത് മാത്രമാണോ മെച്ചം? അല്ല. ഫാറ്റ് നമുക്ക് എസെൻഷ്യൽ സാധനമാണ്. കാരണം ഈവൻ നമ്മളെ വെയിറ്റ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതിൽ തന്നെ ഫാറ്റിന് ഒരു റോൾ ഉണ്ട്. നിങ്ങളുടെ ബോഡി വെറും ഒരു സ്കെൽറ്റൽ സിസ്റ്റമാണ്. അപ്പോൾ ഒരു 2 എല്ലിന് ഇങ്ങനെ നടക്കാൻ പറ്റുമോ? ഇല്ല. അതിനെ ബാലൻസ് ചെയ്യുന്നതിൽ മസിൽസും ഫാറ്റുമാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഫാറ്റ് ഇല്ലെങ്കിൽ വേറൊരു കുഴപ്പമാണ്. എന്താ? നിങ്ങൾക്ക് ഇരിക്കാനും കിടക്കാനൊന്നും പറ്റില്ല, ഫുൾ ടൈം നിൽക്കേണ്ടി വരും. കാരണം എല്ലാണ് ഫുൾ അകത്ത് കിടക്കുന്നത്. അപ്പോൾ ഒരു എല്ലാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കുഷ്യൻ കൊണ്ട് നടക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ബോഡിക്ക് എയറോഡൈനാമിക് സപ്പോർട്ടും സ്ട്രക്ചറൽ സപ്പോർട്ടും കൊടുക്കുന്നത് ഫാറ്റാണ്. അപ്പോൾ നമുക്ക് ഫാറ്റായിട്ട് ADEK സ്റ്റോർ ആവുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി ഇത് ഫാറ്റായിട്ട് സ്റ്റോർ ആവുന്നത് എങ്ങനെയാണ്? ഫാറ്റായിട്ട് സ്റ്റോർ ആവുന്നത് ബേസിക്കലി ഈ കെമിക്കൽസ് ഫാറ്റിനോട് മാത്രം ബൈൻഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അബ്സോർബ് ആവും, ബോഡിയിലുള്ള ഫാറ്റിൽ പോയി സ്റ്റോർ ആവും. അപ്പോൾ ഫാറ്റ് നമ്മൾ പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്ത് കളയുമോ? ഇല്ല. നിങ്ങൾ ബോഡിയിൽ അത്യാവശ്യം ഫാറ്റൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പ്രൊവൈഡഡ് യു ടേക്ക് ഹെൽത്തി ഫുഡ്. ഹെൽത്തിയായ ഫുഡ് കഴിക്കുന്ന ഒരാൾക്ക് തടി ഉണ്ടെങ്കിൽ ആക്ച്വലി ഡെഫിഷ്യൻസി ഉണ്ടാവില്ല. ഇനി അടുത്തത് ഈ ഓരോന്നും ഏതാണെന്ന് നോക്കണം. ഇതിനകത്ത് ബിക്കകത്ത് B1, B2, B3, B4, B12 വരെ ഉണ്ട്. നമുക്ക് B1, B2, B3, B4ഉം B12ഉം മതി, പ്രധാനപ്പെട്ട സാധനങ്ങൾ. ഇതിനകത്ത് ADEK. നമ്മുടെ ബോഡിയിൽ ഏറ്റവും ആദ്യം ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ആണ്. ബോഡി ഏറ്റവും അവസാനം ഡൈജസ്റ്റ് ചെയ്യുന്ന സാധനം ഏതാ? അപ്പം നിങ്ങൾ 3 സാധനം, ഒരു ഉള്ള പ്രോട്ടീൻ, ഒരു ഉള്ള കാർബോഹൈഡ്രേറ്റ്, ഒരു ഉള്ള ഫാറ്റും കഴിച്ചാൽ ഏറ്റവും ആദ്യം ഡൈജസ്റ്റ് ആവുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. രണ്ടാമത് ഏതാ? പ്രോട്ടീനാണോ? പ്രോട്ടീനാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ. ഫാറ്റാണ് ഇടയിൽ.
ലാസ്റ്റാണ് പ്രോട്ടീൻ. എന്തുകൊണ്ടാണ് ലാസ്റ്റ് പ്രോട്ടീൻ ആയത്? എവല്യൂഷണറി ചെയിനിൽ നമുക്ക് പ്രോട്ടീൻ ലാസ്റ്റ് ആയത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. അല്ലെ എന്ത് പറ്റും? നിങ്ങളെ സ്റ്റൊമക്ക് വോളും പ്രോട്ടീനാണ്. പ്രോട്ടീൻ കൊണ്ടാണ് നിങ്ങളെ സ്റ്റൊമക്കും ഇൻറ്റസ്റ്റൈനും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം വിശന്ന ബോഡി എന്ത് ചെയ്യും? പ്രോട്ടീൻ ആയിരുന്നു ആദ്യം ഡൈജസ്റ്റ് ചെയ്യെങ്കിൽ ആദ്യം നിങ്ങളെ വയറ് തന്നെ നിങ്ങളെ വയറ് ഡൈജസ്റ്റ് ആവും. ഇതാണ് അൾസർ എന്ന് പറയുന്നത്. അതായത് എക്സ്ട്രീം ചില ആൾക്കാരുടെ വയറിന് അസിഡിറ്റി കൂടുതലുള്ള ആൾക്കാർക്ക് അവരെന്ത് ചെയ്യും? അവരുടെ തന്നെ സ്റ്റൊമക്ക് വോളിനെ ഡൈജസ്റ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം അതിനറിയില്ലല്ലോ ഇതെൻ്റെ സ്റ്റൊമക്കാന്ന്. അതൊരു ഫുഡായിട്ട് കാണും, സ്റ്റൊമക്കിനെ ഡൈജസ്റ്റ് ചെയ്യും. അപ്പോൾ സ്റ്റൊമക്ക് വോളിൽ പൊള്ളലുകൾ ഉണ്ടാവും. അതാണ് നമുക്ക് ആസിഡിക് ബേണിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം ഒഴിവാക്കാനാണ് ഈ ചെയിൻ ഇങ്ങനെ ആയത്. ഇനി ഇവിടെ വൈറ്റമിൻ എ, വൈറ്റമിൻ എയുടെ പേരെന്താ അറിയോ? റെറ്റിനോൾ എന്നാണ് വൈറ്റമിൻ എയുടെ പേര്. വൈറ്റമിൻ എ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വൈറ്റമിൻ എയുടെ പ്രധാനപ്പെട്ട റോൾ എന്താ? അതായത് സോഫ്റ്റായ മോയിസ്റ്റായ ടിഷ്യൂസിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വൈറ്റമിൻ എ ആണ്. ഈ റെറ്റിനോള് നിങ്ങൾക്ക് ഇതിലൊക്കെ കാണാം. ഈ ലാക്മേൻ്റെ ഒക്കെ ഭയങ്കര വില കൂടിയ ഫേസ് ക്രീമിലൊക്കെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും റെറ്റിനോൾ കോംപ്ലക്സ് എഴുതിയിട്ടുണ്ടാവും. അതിന് ഭയങ്കര വിലയാണ് റെറ്റിനോൾ കോംപ്ലക്സിൽ. ഈ റെറ്റിനോൾ കോംപ്ലക്സ് ചില ആൾക്കാരുടെ സ്കിന്നൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഗ്ലോയി ആയിരിക്കും. ഈ ഗ്ലോസി ആയ സർഫസ്, ഭയങ്കര സ്മൂത്ത് ആയ സർഫസിലൊക്കെ റെറ്റിനോൾ കോംപ്ലക്സ് ഉണ്ടാവും. അപ്പോൾ റെറ്റിനോളാണ് വൈറ്റമിൻ എ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സ്ഥലമാണ് കണ്ണിൻ്റെ കോർണിയ. നമ്മൾ പുറത്ത് കാണുന്ന ഈ വഴുവഴുപ്പുള്ള ട്രാൻസ്പെറൻ്റ് ആയ ലെയറാണ് കോർണിയ. കോർണിയയുടെ ട്രാൻസ്പെറൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വിഷനിൽ. കോർണിയ ട്രാൻസ്പെറൻ്റ് അല്ലെങ്കിൽ വെളിച്ചം അകത്ത് കയറുന്നത് കുറയും, അപ്പോൾ വിഷനും കുറയും. അപ്പോൾ അതുകൊണ്ട് ഈ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന അസുഖമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. അന്ന് രാത്രി മാത്രം കണ്ണ് കാത്താണോ? പകലും കാഴ്ച കുറവായിരിക്കും, പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. ഇഷ്ടംപോലെ ലൈറ്റ് ഉള്ളത് കൊണ്ട് വ്യത്യാസം മനസ്സിലാവില്ല. പക്ഷെ രാത്രിയാകുമ്പോൾ തീരെ ഒന്നും കാണാത്ത പോലെ ഉണ്ടാവും. ഇതിന് വേറൊരു പേരുണ്ട്, സിറോഫ്താൽമിയ. കേട്ടിട്ടുണ്ടോ? സീറോ മീൻസ് ഹാർഡ് അല്ലെങ്കിൽ റഫ് എന്നുള്ള മീനിങ് ആണ്. അതായത് ഒഫ്താൽമിക് എന്ന് വെച്ചാൽ കണ്ണ്, അതായത് ഹാർഡായ കണ്ണ്. ഇതിന്റെ വേറെ പേരാണ് സിറോഫ്താൽമിയ. അതായത് ഒപ്പാക്ക് ആയി പോകുന്ന കണ്ണിന്റെ കോർണിയ, സിറോഫ്താൽമിയ. നൈറ്റ് ബ്ലൈൻഡ്നെസ്, വൈറ്റമിൻ എ. മനസ്സിലായോ? ഇനി ഇത് ഈ സീ ഫിഷിലൊക്കെയാണ് ഭയങ്കര കൂടുതലുള്ളത്. സീ ഐറ്റംസിലാണ് ഈ ഫാറ്റ് സോല്യൂബിൾ സാധനങ്ങൾ പൊതുവെ സീ സോഴ്സിലാണ് ഏറ്റവും കൂടുതലുള്ളത്. മീറ്റിലും സീ സോഴ്സിലും. കാരണം അതിനകത്താണ് ഏറ്റവും കൂടുതൽ കൊളസ്ട്രോളും ഫാറ്റും ഉള്ളത്. ഫാറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് സാധനം കിടക്കുന്നുണ്ടാവുക. ഇനി വൈറ്റമിൻ ഡി. ഡിയുടെ പേരെന്താ? ഡിയുടെ പേരാണ് കാൽസിഫറോൾ. ഈ ഓയിൽ എവിടെ കേൾക്കുക? ഓയിൽ, കൊളസ്ട്രോൾ, അവസാനം ഓയിൽ ഉണ്ടില്ലേ? ഫാറ്റായ സാധനങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവെ ഓയിൽ എന്ന് പേര് കൊടുക്കുന്നത്. നൊമൻക്ലേച്ചർ ഉണ്ട് മോളിക്കുലർ ബയോളജിയിൽ. അതുപോലെ ഓയിലാണ് അവസാനം വരിക. ENE ഒക്കെ വരുന്ന പ്രോട്ടീൻ ഒക്കെ ആയിരിക്കും. അതേപോലെ ഓയിൽ വരുന്നതൊക്കെ കാൽസിഫറോൾ, വൈറ്റമിൻ ഡി. എന്തുകൊണ്ടാണ് അതിന് കാൽസിഫറോൾ എന്ന് പേര് വന്നത്? ഇങ്ങനെ വേണം പഠിക്കാം. പേര് എന്തുകൊണ്ടാന്ന് ഓർമ്മിച്ചാൽ എല്ലാം പഠിക്കാം, അല്ലാതെ ബൈഹാർട്ട് ചെയ്യരുത്. കാൽസിഫറോൾ എന്ന് പേര് വന്നത് എന്തുകൊണ്ടാണ്? കാൽഷ്യവുമായിട്ട് അതിനെന്തോ ഒരു ബന്ധമുണ്ട്. അതായത് നമുക്ക് കാൽഷ്യം വളരെ ആവശ്യമുള്ളൊരു സാധനം. എന്തുകൊണ്ടാണ്? നമ്മുടെ ബോണ് മൊത്തം കാൽഷ്യത്തിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കാൽഷ്യം ഇൻടേക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ ഇഷ്ടം പോലെ കാൽഷ്യം ഉണ്ടാവും, പക്ഷേ ബോഡിക്ക് അതിനെ അബ്സോർബ് ചെയ്യണമെങ്കിൽ കാൽസിഫറോൾ എന്ന് പറയുന്ന ഈ കോംപ്ലക്സ് വേണം. ഈ കാൽസിഫറോളിനോട് ബൈൻഡ് ചെയ്തിട്ടാണ് കാൽഷ്യം അകത്തേക്ക് കയറുന്നത്. അല്ലെങ്കിൽ കഴിക്കുന്ന കാൽഷ്യം അതേവഴി പോവും, അകത്തേക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കാൽസിഫറോൾ എന്ന് പേര്. ഇനി ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, സൺഷൈൻ വൈറ്റമിൻ. എന്തുകൊണ്ടാണ് സൺഷൈൻ വൈറ്റമിൻ എന്ന് പേര്? വെയിൽ കൊള്ളുമ്പോൾ മാത്രമേ ഈ വൈറ്റമിൻ്റെ സിന്തസിസ് നടക്കുന്നുള്ളൂ ബോഡിയിൽ. അല്ലെങ്കിൽ നാച്ചുറലി ഈ ബോഡിയിൽ വൈറ്റമിൻ ഡിക്ക് ഡെഫിഷ്യൻസി ഉണ്ടാവും. നിങ്ങൾ ഹെൽത്തി ആയ രാവിലത്തെ വൈകിട്ടത്തൊക്കെ വെയിലൊക്കെ കൊള്ളുമ്പോൾ മാത്രമേ വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ സ്കിന്നിൽ. എങ്ങനെയാണ് വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നിങ്ങളുടെ സ്കിന്നിൻ്റെ അടിയിൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയും. ക്യൂട്ടേനിയം എന്ന് പറഞ്ഞാൽ സ്കിന്നെന്ന് അർത്ഥം. സബ്ക്യൂട്ടേനിയസ് എന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ തൊട്ട് താഴെ. അതായത് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അമരുന്ന ഒരു ഫാറ്റ് ഇല്ലേ, എല്ലുള്ള ഭാഗത്തും തൊടുമ്പോൾ ഒരു ചെറിയൊരു സ്പോഞ്ചിനെസ് ഇല്ലേ, അത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ആണ്. അതിൻ്റെ പേരാണ് എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നൊരു ഫാറ്റ്. ഇതും ഒരു ഫാറ്റാണ്. എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നൊരു ഫാറ്റ് നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലുണ്ട്. ഈ സാധനമാണ് വൈറ്റമിൻ ഡിയുടെ പ്രിക്കേഴ്സർ. പ്രിക്കേഴ്സർ എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് പറയാം തേങ്ങയാണ് ചമ്മന്തിയുടെ പ്രിക്കേഴ്സർ, തേങ്ങയുള്ള ചമ്മന്തി. അതേപോലെ എർഗോസ്റ്റിറോൾ ആണ്
വൈറ്റമിൻ ഡി ആയിട്ട് മാറേണ്ടത്. അപ്പോൾ ഇത് സൺഷൈൻ ലൈറ്റ് അടിക്കുമ്പോൾ മാത്രമേ, വെയിലടിക്കുമ്പോഴാണ് വെയിൽ ഇതിൻ്റെ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ റിയാക്ഷൻ്റെ ടെർഗോസ്റ്റിറോൾ എന്തായിട്ട് മാറും? കാൽസിഫറോൾ ആയിട്ട് മാറും. അതായത് വൈറ്റമിൻ ഡി ആയിട്ട് മാറും. അപ്പോൾ വെയിൽ കൊണ്ടില്ലെങ്കിൽ വൈറ്റമിൻ ഡി ഉണ്ടാവില്ല, വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ കാൽഷ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് മൂന്നും ലിങ്ക്ഡ് ആണ്. ഇനി കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവുന്ന അസുഖത്തിന്റെ പേരെന്താ? റിക്കറ്റ്സ് ആണ് കുട്ടികളിൽ. റിക്കറ്റ്സ് ചെറിയ കുട്ടികൾ ഗ്രോയിങ് പീരീഡിൽ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന അസുഖമാണ് റിക്കറ്റ്സ്. അത് ഈ കുട്ടികളെ കൈൻ്റെ ഒക്കെ എക്സ്റേ എടുത്ത് നോക്കിയാൽ ഭയങ്കര പ്ലെയിൻ ആയിട്ട് കാണും, ലൈറ്റ് കളറായിരിക്കും. കാൽഷ്യം ഡെഫിഷ്യൻസി ആണ്. അതേപോലെ വലിയ ആൾക്കാരിൽ വരുന്നതാണ് ഓസ്റ്റിയോപൊറോസിസ്. ഇത് കമ്പയർഡ് ടു മെയിൽ ഫീമെയിലിനാണ് ഭയങ്കര സാധ്യത. ഫീമെയിൽസിന്റെ ലൈഫ് തന്നെ ലിമിറ്റഡ് ആക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഓസ്റ്റിയോപൊറോസിസ് ആണ്. കാരണം 45-50 വയസ്സ് കഴിയുമ്പോൾ പിന്നെ ബോഡിയിൽ സെക്ഷൽ ഹോർമോൺസിന്റെ പ്രസൻസ് ഇല്ല. അപ്പോൾ സെക്ഷൽ ഹോർമോൺസ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ബോൺ ഡെൻസിറ്റി ഇരിക്കുന്നത്. അപ്പോൾ ബോണിന്റെ കട്ടി കുറഞ്ഞു വരും. അവസാനം ഒരു ഭയങ്കര ഓസ്റ്റിയോപൊറോസിസ് ഉള്ള ആൾക്കാരെ നമ്മൾ ഇങ്ങനെ പിടിച്ചമർത്തിയാൽ എല്ല് പൊട്ടിപ്പോകും. പക്ഷെ പുരുഷന്മാർക്ക് ഇത് പൊതുവെ വരാറില്ല, ഭയങ്കര റെയറാണ്. കാരണം അവർക്ക് പ്രായം കൂടുമ്പോഴും ബോഡിയിൽ സെക്സ് ഹോർമോണിന്റെ പ്രസൻസ്, ടെസ്റ്റോസ്റ്റെറോണിന്റെ പ്രസൻസ് ഉണ്ടാവും. അതുകൊണ്ട് പൊതുവെ കാണാറില്ല ഓസ്റ്റിയോപൊറോസിസും റിക്കറ്റ്സും. ഇനി വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ എവിടെ ആയിട്ടില്ലേ? വൈറ്റമിൻ ഇ ഈസ് മെയിൻലി അസോസിയേറ്റഡ് വിത്ത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അതായത് സ്പേം പ്രൊഡക്ഷൻ, ഓവറീസിന്റെ ഗ്രോത്ത്, സെക്ഷൽ ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ, ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ ഇ ആണ്. അതേപോലെ സെക്ഷൽ ഓർഗൻസിന്റെ ഗ്രോത്ത്, ഹെൽത്തി ആയിരിക്കുന്നതൊക്കെ വൈറ്റമിൻ ഇന്റെ പ്രസൻസിലാണ്. ഇനി വാട്ട് ഈസ് വൈറ്റമിൻ കെ? വൈറ്റമിൻ കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കെ എന്താ? കെ ഈസ് അസോസിയേറ്റഡ് വിത്ത് ബ്ലഡ് കൊയാഗുലേഷൻ. കേട്ടിട്ടുണ്ടോ? ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് വെച്ചാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യൽ. നിങ്ങൾക്ക് മുറിവുകൾ ഉണ്ടാകുമ്പോൾ ബ്ലഡിൽ ഒരു ത്രോംബസ് ഫോം ചെയ്യുന്നുണ്ട്. ത്രോംബസ് ആണ് ബ്ലഡ് ക്ലോട്ടിന്റെ പേര്, ത്രോംബസ് എന്നാണ്. അപ്പോൾ ഇത് വൈറ്റമിൻ കെയും ബ്ലഡിലുള്ള പ്ലേറ്റ്ലെറ്റുകളും ചേർന്നിട്ട് ഒരു കൊയാഗുലന്റ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇഫ് യു ഡോണ്ട് ഹാവ് ഇനഫ് വൈറ്റമിൻ കെ, നിങ്ങൾക്ക് ബ്ലീഡിങ് കൂടാനുള്ള സാധ്യതയും കൂടുതലാണ്. ഏതാ? കേട്ടില്ല. ഉണ്ട്, പേരുണ്ട്. നമുക്ക് ആവശ്യമില്ല, നീള പേരാണ്, കോംപ്ലക്സ് നെയിം, അതുകൊണ്ടാണ് എടുക്കാത്തത്. നമുക്ക് റെറ്റിനോൾ ഇങ്ങനത്തെ ഈസി ആയിട്ടുള്ള ലിക്വിഡ് പേരുകൾ മാത്രം നമ്മൾ എടുക്കുന്നതേ ഉള്ളൂ. ഇതിനെല്ലാം ആക്ച്വൽ കോംപ്ലക്സ് നെയിം ഉണ്ട്, അതിന്റെ കെമിക്കൽ നെയിം പറഞ്ഞിട്ടില്ല. ഇനി ഓക്കെ, അതായി. ഇനിയിപ്പം വൈറ്റമിൻ സി. വൈറ്റമിൻ സി എന്താ? കേട്ടിട്ടുണ്ടോ? വൈറ്റമിൻ സിയുടെ പേരാണ് അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന അസുഖം ഏതാ? സ്കർവി. അതിന് വേറൊരു പേരുണ്ട്, സെയിലേഴ്സ് ഡിസീസ്. എന്താ സെയിലേഴ്സ് ഡിസീസ് എന്ന് വിളിക്കുന്നത്? ഈ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉണ്ടായാൽ എന്താ സംഭവിക്കുക? രാവിലെ ബ്രഷ് ചെയ്താലൊക്കെ പല്ലിനുള്ളിൽ കൂടെ ബ്ലഡ് ഇങ്ങോട്ട് വരും. അതായത് ബോഡിയിൽ ഭയങ്കര സോഫ്റ്റ് ടിഷ്യൂസ് കാണുന്ന സ്ഥലത്തുനിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാവാൻ തുടങ്ങും. അതാണ് വൈറ്റമിൻ സി ഡെഫിഷ്യൻസിന്റെ മെയിൻ സിംറ്റം. അപ്പോൾ ഇത് സെയിലേഴ്സിനൊരു വലിയ പ്രശ്നം. എന്താ ഈ സാധനം എവിടെയാ കാണുക? അബ്സോർബിക് ആസിഡ് ഇസ് യൂഷ്വലി അസ്കോർബിക് ആസിഡ് സീൻ ഇൻ സിട്രസ് ഫ്രൂട്ട്സ്. സിട്രസ് എന്ന് വെച്ചാൽ ഓറഞ്ച്, ലെമൺ, മുസംബി, ഇതൊക്കെ സിട്രസ് ഫ്രൂട്ട്സാണ്. ഇതിൽ നിന്ന് മാത്രമല്ല, ഇതിന്റെ ഫ്രഷായ ഫ്രൂട്ടിലേക്ക് കാണുകയും ചെയ്യും. അപ്പോൾ ദിവസം കഴിയും തോറും ഇതിന്റെ കണ്ടന്റ് കുറഞ്ഞു വരും ഫ്രൂട്ടിൽ. ഇപ്പോൾ ഓറഞ്ച് ഒക്കെ കണ്ടില്ലേ, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു ജീവനില്ലാതെ പോലെ ആവില്ലേ? അതിനകത്ത് വൈറ്റമിൻ സി കണ്ടന്റ് ഭയങ്കര കുറയും. അപ്പോൾ ഈ ഷിപ്പിൽ പോകുന്ന ആൾക്കാർ ഇപ്പോഴത്തെ പോലെ അല്ല. പണ്ട് എങ്ങനെയാണ് പോകുക? ഇവിടെ പുറപ്പെട്ടാൽ 3 മാസം കഴിഞ്ഞാൽ എത്തി, ഡയറക്ഷൻ മാപ്പൊക്കെ കറക്റ്റ് ആണെങ്കിൽ എത്തും. അപ്പോൾ അവർ പോകുമ്പോഴാണ് ഈ ഫുഡ് മൊത്തം പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം ഈ ഫ്രഷായ ഫ്രൂട്ട്സ്, ഫ്രഷായ ഒരു സാധനം അവരിൽ ഉണ്ടാവില്ല. ടിൻഡ് ഫുഡും ക്യാനിലുള്ള ഫുഡൊക്കെ ഉണ്ടാവും. അപ്പം ഒരു 10-20 ദിവസം കഴിയുമ്പോഴത്തേക്ക് വൈറ്റമിൻ സി ലെവൽ ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. ആൾക്കാർക്ക് സിവിയർ ബ്ലീഡിങ്ങും പ്രശ്നം തുടങ്ങും. പണ്ട് ഇതൊരു കോമൺ ഡിസീസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് ഐഡന്റിഫൈ ചെയ്ത ശേഷം വൈറ്റമിൻ സി ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അന്ന് വന്ന പേരാണ് സെയിലേഴ്സ് ഡിസീസ്. പണ്ടത്തെ സെയിലിംഗ് അല്ലേ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതാണ് അമേരിക്ക കണ്ടുപിടിച്ചത്. അപ്പം ആലോചിച്ച് എത്രമാത്രം മോശം നാവിഗേഷൻ ആയിരിക്കും ആ സമയത്ത്. അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാരാണ്. ചിലർ പോയിട്ട് തിരിച്ചു വരാത്തവരൊക്കെ ഉണ്ടാവും 4 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ അന്ന് ഭയങ്കര സിവിയർ ആയിട്ട് വരുന്ന ഡിസീസാണ്. അതുകൊണ്ടാണ് സ്കർവി, സെയിലേഴ്സ് ഡിസീസ്.